ലേണിംഗ് നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെ, കോശജാലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ്. ഓണ പരീക്ഷയ്ക്കും അത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വളരെ വെയിറ്റേജിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നും ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എന്റെ മക്കളെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സും ക്ലാസ് ഗ്രൂപ്പിലേക്കൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസുകൾ ഇങ്ങനെ അറിയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യങ്ങൾ അറിയാൻ പറ്റുക. അത് മാത്രമല്ല കോണ്ടന്റ് ഒക്കെ വെൽ ക്ലീൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നേരെ നമ്മുടെ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്പർ കൊടുത്തിട്ടുണ്ടാകും, ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, നേരെ ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്. ഓക്കെ, ഇതുപോലെ പദബന്ധം തന്നിട്ട് അത് യോജിപ്പിക്കാനായിട്ട് ചോദിക്കും. അതായത് ഒരു വാക്കും അതിന്റെ റിലേഷൻ തന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ വേറൊരെണ്ണം തന്നിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എഴുതണം. ഇപ്പൊ ഇവിടെ സൈലം തന്നിട്ടുണ്ട്, അതിന്റെ ഫംഗ്ഷൻ ഉണ്ട്. ഫ്ലോയും തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഫംഗ്ഷന്റെ അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്, അതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ പദബന്ധമാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. സൈലം എന്താണ്? വാട്ടർ ആൻഡ് മിനറൽസ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, ജലവും ലവണവും സംവഹനം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ്? ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് മെറ്റീരിയൽസ്, ആഹാര സംവഹനം ചെയ്യുന്നു, അതാണ് ഫ്ലോയത്തിന്റെ ധർമ്മം. ആ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 മാർക്ക് കിട്ടും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലാണ് വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ പാർട്ട് അണ്ടർലൈൻ. തന്നിട്ടുള്ളതില് അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ട് എങ്കിൽ അത് തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ നോക്കാം. നെർവസ് ടിഷ്യൂ ഹെൽപ്സ് ടു റെസ്പോണ്ട് ചേഞ്ചസ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ബോഡി. അല്ലെ, നാഡീകലകളാണ് ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത്. അത് നമുക്ക് ശരിയാണെന്ന് അറിയാം. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. എപ്പിത്തീലിയൽ ടിഷ്യൂ ഹെൽപ്പ് ഇൻ ബോഡി മൂവ്മെന്റ്സ്. ആണോ? ആവരണകല ശരീര ചലനം സാധ്യമാക്കുന്നു? അല്ല, ഇത് തെറ്റാണ് അല്ലെ, ഇത് തെറ്റാണ്. അപ്പൊ ഇവിടെ ശരി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ് അല്ലെ. മസ്കുലാർ ടിഷ്യൂ ഹെൽപ്സ് ഇൻ ബോഡി മൂവ്മെന്റ്സ്. അപ്പൊ ഇവിടെ ആരാണ് കറക്റ്റ് ആൻസർ? പേശി കല. അപ്പൊ ആ സെന്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ വൃത്തിയിൽ മാറ്റി എഴുതുക. ഏതാണ്? മസ്കുലാർ ടിഷ്യൂ ഹെൽപ്സ് ഇൻ ബോഡി മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ പേശി കലയാണ് ശരീരചലനം സാധ്യമാക്കുന്നതെന്ന് മാറ്റി ആൻസർ ഷീറ്റിൽ എഴുതിയാൽ അവിടെയും നിങ്ങൾക്ക് കിട്ടി 1 മാർക്ക്. അടുത്തതോ, മോർ ദാൻ 1 ടിഷ്യൂസ് ടുഗെദർ ഫോം കണക്റ്റഡ് ടിഷ്യൂ. ശരിയാണ് അല്ലെ, യോജിക കലയിൽ ഒന്നിൽ കൂടുതൽ തരത്തിലുള്ള കോശങ്ങളെ നമുക്ക് കാണാം. അപ്പൊ ആ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് സെലക്ട് ദി കറക്റ്റ് വൺ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മെരിസ്റ്റമാറ്റിക് സെൽ. നമ്മൾ മെരിസ്റ്റമിക് കോശങ്ങളെ കുറിച്ചും പെർമനന്റ് ആയിട്ടുള്ള കോശങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഈ മെരിസ്റ്റമിക് കോശങ്ങളെ കുറിച്ചുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇതില് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നാണ്, കറക്റ്റ് വൺ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മെരിസ്റ്റമാറ്റിക് സെൽ ഡിവൈഡ് ഫാസ്റ്റ്ലി ടു ഹെൽപ്പ് ഗ്രോയിങ് സെൽ. ശരിയല്ലേ? മെരിസ്റ്റമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ്ലി ഗ്രോയിങ് ആണ്, അത് എപ്പോഴും ഇങ്ങനെ വിഭജിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. സോ ത്വരിതഗതിയിൽ വിഭജിച്ച് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയാണല്ലോ, യോജിക്കുന്നല്ലോ. രണ്ടാമത്തേത്, തിക് സെൽ വാൾ പ്രസന്റ് ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ. ശരിയാണോ? മെരിസ്റ്റമാറ്റിക് സെൽ തിക്ക് സെൽ വാൾ ഒക്കെ ഉണ്ടോ? ഇല്ല, വളരെ ചെറുതായിട്ടുള്ള കട്ടി കുറഞ്ഞതായിട്ടുള്ള കോശഭിത്തിയാണ് അവർക്കുള്ളത്. ഇനി വാക്യൂൾ ആബ്സെന്റ് ഇൻ മെരിസ്റ്റമാറ്റിക് സെൽ. ശരിയല്ലേ? വാക്യൂള് ഇല്ല. അപ്പൊ ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മെരിസ്റ്റമിക് സെല്ലിൽ എന്തില്ല? ഫേനം ഇല്ല. അപ്പൊ അതും ശരിയാണ്. ഇനി ന്യൂക്ലിയസ് എന്ന മെരിസ്റ്റമാറ്റിക് സെൽ ഈസ് റിലേറ്റീവ്ലി സ്മോൾ. ന്യൂക്ലിയസ് ചെറുതാണോ? സ്മോൾ ആണോ? അല്ല, ന്യൂക്ലിയസ് വലുതാണ് അല്ലെ. അപ്പൊ അത് രണ്ടും തെറ്റാണ്. അപ്പൊ ശരിയായ 2 എണ്ണം എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും എത്ര മാർക്ക്? വീണ്ടും 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഗിവൻ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇതുപോലെ ചിത്രം തന്നിട്ട് അതിനെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ തരാം. അപ്പൊ നമ്മൾ കുറേ ടിഷ്യൂസ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചിത്രം ഏത് ടിഷ്യൂ ആണ് അല്ലെങ്കിൽ ഏത് കലയാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നമ്മൾ കലകൾ പഠിക്കുന്നുണ്ട്, ആഭരണ കല പഠിക്കുന്നുണ്ട്, പേശി കല പഠിക്കുന്നുണ്ട്, നാഡീകല പഠിക്കുന്നുണ്ട്, യോജക കല പഠിക്കുന്നുണ്ട്. അതല്ലാതെ പ്ലാന്റ്സിലും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോ ഈ തന്നിട്ടുള്ളത് ഏതാണെന്നാണ് ചോദ്യം. ഇതൊരു സസ്യകലയാണ് അല്ലെ, നമ്മുടെ പ്ലാന്റ് ടിഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതാണ്? നമ്മുടെ സ്ക്ലീറൻ കൈമയാണ് തന്നിട്ടുള്ളത്. ആരാണ്? സ്ക്ലീറൻ കൈമ അല്ലെ, സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, ഇനി
ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന കല നമ്മൾ തിരിച്ചറിഞ്ഞു. ഈ കലയുടെ പ്രത്യേകത ഏതാണെന്നാണ്. സ്ക്ലീറൻകൈമ ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ സെല്ലിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. ഈക്വലി തിക്കൻഡ് സെൽ വോൾ അല്ലെ. സെൽ വോളിന് ചുറ്റുമായിട്ട് വീണ്ടും ഒരു കട്ടി കൂടുതൽ കാണാം. അപ്പൊ സെൽ വോളിന്റെ എല്ലാ ഭാഗത്തും ഈക്വലി ആയിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ കോശങ്ങളാണ്. അതാണ് നമ്മൾ പറയുന്നത് ഇത് സ്ക്ലീറൻകൈമയുടെ പ്രത്യേകത. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ, സെറ്റ് ആയിട്ടുണ്ട് എങ്കിൽ എന്താണ്? വേറെ ഒരു കാര്യവും വിഷമിക്കേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും അല്ലെ? യെസ്. അപ്പൊ അടിപൊളിയായിട്ട് ഇതുപോലെ പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കമന്റ്സും ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, മിസ് ഈ ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും. ആ വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരും. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോയും മിസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ബയോളജി ഇഷ്ടമുള്ളവരും എല്ലാവരും എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. See you there and bye bye.